ഇപ്പോഴും നമുക്കറിയാം തുളുനാട്ടിൽ കർണാടകത്തിന്റെ പല പ്രദേശത്തും ബാപ്പരയ്യൻ കോലം കെട്ടി ആട്. ബാപ്പരയ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുളികനെ പോലെയുള്ളൊരു ഭൂതഗണമാണ്. അപ്പൊ അയ്യപ്പനെ യുദ്ധത്തിൽ സഹായിച്ച ഭൂതഗണമാണ് ഈ ബാപ്പരയ്യൻ അല്ലെങ്കിൽ ബാപുരൻ അല്ലെങ്കിൽ വാവർ. പക്ഷേ പലരും കള്ളം പറയുന്നത് ഒരു മുസ്ലിം ഫ്രണ്ട് അയ്യപ്പനെ സഹായിച്ചു എന്നാണ് യുദ്ധത്തിൽ. ഏതുപോലെ മുഹമ്മദ് നബിയെ ജൂതന്മാരുടെ ആരാധനാലയം പിടിച്ചടക്കാൻ വേണ്ടി അലി സഹായിച്ചതുപോലെ ഒരു വ്യക്തിയാണ് വാവരെന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. ആ പറഞ്ഞുണ്ടാക്കിയത് ആരാണ് ഇതിൽ വലിയ പങ്ക് വഹിച്ചെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ് സിനിമയിലെ വില്ലൻ കഥാപാത്രം ചെയ്തിരുന്ന എം എൻ നമ്പ്യാരുടെ ഗുരു രാജരത്നം പിള്ളൈ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം തമിഴ്നാട്ടിലും കേരളത്തിലും മുഴുവനും നാടകങ്ങൾ നടത്തി അയ്യപ്പന്റെ കഥയെപ്പറ്റി. അപ്പോൾ കടൽ കൊള്ളക്കാരനായ ഒരു വാവരെ അദ്ദേഹം സൃഷ്ടിച്ചതാണ്. കാരണം ഇതൊരു ക്ലൈമാക്സ് വേണ്ടേ സിനിമയ്ക്ക്. അന്നത്തെ സിനിമയാണ് നാടകം, അന്നത്തെ എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ നാടകത്തിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് രാജരത്നം പിള്ള സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രമാണ് അക്രമോത്സുകനായ ഒരു മുസ്ലിം ഭടൻ ബാബർ എന്ന പേര്. അതും അയ്യപ്പന്റെ ചരിത്രവും മതപരമായ സാഹിത്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രിയപ്പെട്ട അയ്യപ്പ ഭക്തരോട് ഞാൻ പറയുകയാണ്. എം എൻ നമ്പ്യാരുടെ ട്രൂപ്പിൽ എം എൻ നമ്പ്യാർ തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എം എൻ നമ്പ്യാർ പറഞ്ഞു, എൻ്റെ ഗുരുസ്വാമിയായ രാജരത്നം പിള്ള ഒരു നാടകം ഉണ്ടാക്കിയിട്ട് ആ നാടകത്തിലാണ് അയ്യപ്പന്റെ ഈ കഥകൾ മുഴുവൻ അദ്ദേഹം സൃഷ്ടിച്ച കുറെ കഥകൾ. അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്താണ് നേരത്തെ ഇദ്ദേഹം പറഞ്ഞല്ലോ, ചെമ്പോലയുടെ കഥ പറഞ്ഞല്ലോ. ആ ചെമ്പോലിൽ എന്താ പറയുന്നത്? അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടം 1025 AD മുതൽ 1050 AD വരെയാണ്. 25 വയസ്സ് വരെ ഭൗതിക ശരീരത്തിൽ ജീവിച്ചുള്ളൂ. എന്നിട്ട് ആ മലയ്ക്ക് മേലേക്ക് അമ്പ ഇത് കാണിച്ചിട്ട് അവിടെ ശാസ്താപീഠത്തിൽ ഞാൻ ഉണ്ടാവും, സമാധിയിരിക്കും. അപ്പോ സമാധി ഉണർന്ന് വൃശ്ചിക മാസം ഒരു മണ്ഡലകാലത്ത്, അതായത് കാനനത്തിൽ എന്തിനാണ് അയാൾ പോയിരിക്കുന്നത്? സമാധാനത്തിന് വേണ്ടിയിട്ട്. കാന്താര സൗന്ദര്യവും കാന്താര ഭംഗിയും കാന്താരത്തിന്റെ മൗനവും അനുഭവിക്കാൻ വേണ്ടിയാണ് ഒരു യോഗി അവിടെ തപസ് ചെയ്യുന്നത്. ഭൂതനാഥനാണല്ലോ, ഭൂതനാഥ സദാനന്ദ എന്നാണല്ലോ ധ്യാന ശ്ലോകം തന്നെ. ആ ഭൂതനാഥനെ സഹായിക്കാൻ ഭൂതഗണങ്ങൾ വന്നിരിക്കാം. അവരിലൊരു ഭൂതഗണമായ ബാബരെ അല്ലെ ബാപ്പുരനെ അല്ലെങ്കിൽ ബാപ്പരയ്യൻ എന്ന തുളുവ് നാട്ടിലെ ഭൂതഗണത്തെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. അതിൽ ഇസ്ലാം മതത്തിന്റെ പങ്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു മതേതരം വരുത്തുക, ലാഭം കൊയ്യുന്നത് ആഗോള സാമ്പത്തിക ശക്തികളായിരിക്കുന്ന രണ്ട് മതങ്ങളാണ്. അതുകൊണ്ട് ബാബർ നട എന്ന രീതി, അത് ഇസ്ലാം ഒരു വ്യാപാര സ്ഥാപനം പോലെ കൊണ്ടു നടക്കുകയാണ്. അവിടെ കൊണ്ട് കാശിടുന്നതിനെ പറ്റി ഹിന്ദുക്കൾ 1000 വട്ടം ആലോചിക്കണം. കാരണം ചെയ്യുന്നത് നിങ്ങൾ ഈ ആ ശബരിമല ആചാരത്തിന്റെ ഭാഗമായ ഒരു കാര്യമേ അല്ല എന്ന് തീർത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്.